ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് കറിയൊന്നുമില്ലാതെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് 300 ഗ്രാം ഉണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഇനി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടുന്ന പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതാണിത്. അതിന് പകരമായിട്ട് നല്ല ജീരകം തന്നെ ചേർത്താലും മതി കേട്ടോ. ഇപ്പം മുഴുവൻ നല്ല ജീരകമായിട്ട് ചേർത്താലും മതി. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർക്കാം. 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. രണ്ട് ടീസ്പൂൺ ഓയിലും കൂടെ ചേർക്കാം. ഞാൻ ഉരുളക്കിഴങ്ങ് ഉപ്പിടാണ്ടാട്ടോ പുഴുങ്ങിയെടുത്തത്. അപ്പം അതുകൊണ്ടാണ് ഈ 1 ടീസ്പൂൺ ഉപ്പൊക്കെ ചേർത്തേട്ടോ. ഉപ്പിട്ടാണ് പുഴുങ്ങിയെടുക്കണമെങ്കിൽ അതനുസരിച്ച് ഉപ്പൊക്കെ ചേർക്കുക കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞിടാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളമാണ് വേണ്ടി വന്നുള്ളൂ ഇത് കുഴയ്ക്കാനായിട്ട്. കാരണം ഈ ഉരുളക്കിഴങ്ങിൽ നിന്നൊക്കെയുള്ള വെള്ളവും ഒക്കെ കൂടെ കൂടി ചേരുമ്പോൾ കുറച്ച് വെള്ളം വേണ്ടി വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്ത് കുറച്ചൊന്ന് എണ്ണ തടവി വയ്ക്കാം, ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് 10 മിനിറ്റിന് ശേഷം ഒന്നുകൂടി ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം. ഇതിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആവും കേട്ടോ. അപ്പത്തേനും ഉണ്ടല്ലേ, നല്ല സോഫ്റ്റ് ആയി അപ്പത്തേനും. പിന്നെ ഇത് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ അതെല്ലാം അത് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ പരത്താറുള്ളത് അതുപോലെ ഇങ്ങോട്ട് പരത്തിയെടുത്തോളൂ കേട്ടോ. കുറച്ച് മാവ് വെതറിയതിന് ശേഷം അതുപോലെ ഇങ്ങോട്ട് പരത്തിയെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാതും ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം. ഇതിങ്ങനെ അടുക്കി വെക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ ഒന്ന് തൂവിയിട്ട് വേണം കേട്ടോ മേളിലിട്ട് എടുത്ത് വയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കും. അല്ലെങ്കിൽ അപ്പാപ്പ ചുട്ടെടുക്കണം. അപ്പാപ്പ ചുട്ടെടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഞാനിതിപ്പോൾ എല്ലാം ഉണ്ടാക്കിയതിന് ശേഷമാണ് ചുട്ടെടുക്കുന്നത്. പിന്നെ നമ്മൾ ഓരോന്ന് കട്ട് ചെയ്തെടുക്കണം, ഇങ്ങനെ കുറേശ്ശെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടി ഉരുട്ടി ലാസ്റ്റ് ആകുമ്പോൾ ഒന്നോടെ ഒന്ന് കുഴച്ച് നമുക്ക് ഒരെണ്ണോടെ ഉണ്ടാക്കിയെടുക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഇത് ചുട്ടെടുക്കാം. ഇത് പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. കുറച്ചൊന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിടാം.
മറിച്ചിട്ടതിന് ശേഷം കുറച്ച് ഓയിലൊന്ന് തട്ടിക്കൊടുക്കാം. ഓയിൽ വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഇത് കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് പൊന്തി വന്നതിന് ശേഷം കാണില്ലേ, വേണ്ട ഒക്കെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മറിച്ചിടാം. മറിച്ചിടുമ്പോൾ ഇതുപോലെ തന്നെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ സാധാ ചപ്പാത്തി പോലെ അത്രയ്ക്ക് അങ്ങോട്ട് പൊന്തി വരില്ല കേട്ടോ. കാരണം നമ്മൾ ഇതിനകത്ത് പൊട്ടാറ്റോ ഒക്കെ ചേർത്തേക്കുമല്ലോ, അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് പൊന്തി വരില്ല. പക്ഷെ നന്നായിട്ട് കുക്കായതിനു ശേഷം നമ്മൾ എടുക്കുക. ഈ കളറൊക്കെ ഇങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ നമുക്കെടുക്കാം. ഇനി അത് നമുക്കെടുക്കാം. അപ്പോൾ ഇനി ഇതെല്ലാതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ അത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലികളൊക്കെ തീരുകയും ചെയ്യും. ഉരുളക്കിഴങ്ങൊക്കെ ആണെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ വേണമെങ്കിൽ പുഴുങ്ങി ഒക്കെ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചേക്കുകയാണെങ്കിൽ അത് പുഴുങ്ങേണ്ട സമയവും ഒക്കെ നമുക്ക് ലാഭമാണ്. കാരണം ഇപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പുഴുങ്ങുമ്പോൾ കുറച്ചധികം അങ്ങോട്ട് പുഴുങ്ങി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.